ശരി, ശ്രീ ജോർജ് കള്ളിവേലിൽ ഇവിടെ 3 വ്യത്യസ്തമായ നിലപാടുകൾ കേട്ടു. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു ചർച്ചയുടെ മറ്റൊരു പരിച്ഛേദം കൂടിയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കാണുന്നതും. ഇവിടെ പല നിലപാടുകളുമുണ്ട്. നേരത്തെ ഈ ഒരു ഗായക സംഘം വരുമ്പോൾ അത് കൃത്യമായി പറയണമായിരുന്നു. അത് കോൺഗ്രസിന്റെ ആശയക്കുഴപ്പമായി പോയി. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ 2 നിലപാടാണ് ഉള്ളതെന്ന് ഏറ്റവും ഒടുവിൽ ശ്രീ രാധാകൃഷ്ണൻ ചെറുവിൽ പൂരിപ്പിക്കുകയുണ്ടായി. ശ്രീ അഖിൽ പറഞ്ഞതും ശ്രീമതി ദീപ പറഞ്ഞതും താങ്കൾ കേട്ടു. ഇത് 1905 ബംഗാൾ വിഭജന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടതാണ്. ഈ 79 വർഷം ഇല്ലാതിരുന്നത്, പക്ഷേ 80-ാം വർഷം എങ്ങനെ വന്നു? ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ സാർ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ വന്ദേ മാതരത്തെ രാഷ്ട്രീയ വിവാദമാക്കുന്നുണ്ടോ? ഇവിടെ അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ അജണ്ടയുണ്ടോ? അതോ ഇത് ദേശീയ ഗീതമാണ്, അതിന് ആ രീതിയിൽ തന്നെ കാണേണ്ടതാണോ? എങ്ങനെയാണ് സാർ ഇതിനെ കാണുന്നത്? ജോർജ് ജോർജ് സാർ കേൾക്കാമോ? എനിക്ക് കേൾക്കാം. കേൾക്കത്തില്ലേ സാർ? തുടരാം സാർ. കേൾക്കാമോ ജോർജ് സാർ? ഇവിടെ സാർ തുടരാം. ശ്രീ ജോർജ് കള്ളിവേലിൽ കേൾക്കുന്നുണ്ട്, താങ്കൾക്ക് തുടരാം. എനിക്ക് കേൾക്കാം. അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ, തുടരാം. വ്യക്തമാണ്. ഈ വന്ദേ മാതരം ഒരു രാഷ്ട്രീയ വിവാദമാകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഇത് നമ്മുടെ ദേശീയ ഗീതവും ദേശീയ ഗാനവും നമ്മുടെ രാജ്യത്തിന്റെ പ്രൗഢിയാണ്, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്. അതിനകത്ത് അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാകേണ്ടതില്ലായിരുന്നു. പക്ഷെ നമുക്കറിയാം, തുടക്കം മുതല്, അതായത് ഇത് 1875 ബങ്കിം ചന്ദ്ര ചാറ്റർജി കൊണ്ടുവന്ന് എഴുതി പ്രസിദ്ധീകരിച്ച ശേഷം പിന്നീട് നമുക്കറിയാം അക്കാലത്ത് തന്നെ ഇതിന് പ്രശ്നമുണ്ടായിരുന്നു. 1937 കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിലാണ് ഇത് ആദ്യത്തെ 2 ചരണങ്ങള് ആ സ്റ്റാൻസ പാടിയാ മതി എന്ന് തീരുമാനമെടുത്തത്. അത് പലതരത്തിലുള്ള ചർച്ചകൾ, പിന്നീട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചകൾ നമുക്കറിയാം. പക്ഷെ ഇത് കുറെ വർഷങ്ങളായി അനാവശ്യമായ ഒരു വിവാദം ഇല്ലാതിരുന്ന ഒരു കാര്യത്തില് നമുക്കറിയാം, ഇവിടെ NDAയുടെ തന്നെ സർക്കാർ ആദ്യം അടൽ ബിഹാരി വാജ്പേയിയെ പോലെ വളരെ ബഹുമാന്യനായ ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ 2 തവണയും ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ ജനഗണമനയെ അല്ലെങ്കിൽ ദേശീയ ഗാനത്തെ മറികടന്നുകൊണ്ട് പലപ്പോഴും, അതാണല്ലോ കോഴിക്കോട് കോർപ്പറേഷൻ നമ്മൾ കണ്ടത്, ജനഗണമന പാടുന്ന സമയത്ത് അതിനെ മറികടന്നുകൊണ്ട് ഇത് ആക്ഷേപിക്കുന്നത് ജനഗണമനയെ ആക്ഷേപിക്കുകയാണ്, രാജ്യത്തെ ആക്ഷേപിക്കുകയാണ്. അതായത് ഇതിന് 2 തുല്യ പ്രാധാന്യം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് തുല്യ പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ്. അതേസമയം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിനുമാകണം ഇത്തരം ദേശീയ ഗാനങ്ങളും ദേശീയ ഗീതങ്ങളും ഒക്കെ ആലപിക്കേണ്ടത്. ഇവിടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഈ പ്രശ്നം അന്ന് തന്നെ ഉണ്ട്. നമുക്കറിയാം, ആദ്യത്തെ 2 സ്റ്റാൻസകളില്, ആദ്യത്തെ 2 ചരണങ്ങളില് ഇന്ത്യയുടെ ഒരു ഭാരതത്തിന്റെ മാതാവിനെ പ്രകീർത്തിക്കുന്ന എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള 2 ചരണങ്ങളാണുള്ളത്. പിന്നീടാണ് ദുർഗാദേവിയെ, ലക്ഷ്മി ദേവിയെ, സരസ്വതിയെ ഒക്കെ ആരാധിക്കുന്ന അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു 4 സ്റ്റാൻസുകൾ വരുന്നത്. അതിനാണ് അന്ന് മുതലേ തർക്കമുണ്ടായിരുന്നത്. അതിപ്പോ പാടണമെന്ന് നിർബന്ധിക്കുമ്പോഴും, അത് നിർബന്ധിക്കുമ്പോൾ നമ്മൾ പുതിയ ദേശീയ നിയമം അപമാനിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മുഴുവൻ പാടണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് പാടരുത് എന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തില് നമ്മൾ ഇതിനെ അപമാനിക്കരുത് എന്ന് പറയാം. അത് ദേശീയ ഗാനത്തെയും അപമാനിക്കാൻ പാടില്ല, ജനഗണമന പാടുമ്പോൾ അതിനെയും അപമാനിക്കാൻ പാടില്ല. അപ്പോ ഇത് പൂർണ്ണമായി ഇപ്പൊ നമ്മൾ കണ്ടു, ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തില് വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അവസാനം ജനഗണമന പാടി അവസാനിക്കുന്ന പാർലമെന്റിന്റെ രീതി മാറ്റിക്കൊണ്ട് വന്ദേ മാതരം മാത്രം പാടുന്നു. കഴിഞ്ഞ 25 വർഷമായി പാർലമെന്റിന്റെ റിപ്പോർട്ടിങ്ങിലുണ്ട്, സജീവമായി അവിടെ നിൽക്കുന്നതാണ്. അതിനു മുമ്പ് കേരള നിയമസഭയിലും 5-8 വർഷങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മളറിയാം, ഇങ്ങനെ കോൺട്രവേഴ്സിയേ ഇല്ല. അപ്പോ ഇവിടെ ഏതെങ്കിലും ഒരാൾക്ക് തെറ്റുപറ്റുന്നു, അല്ല കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്ത് പാട്ട് പാടിയപ്പോ അവിടെ ഉണ്ടായ പ്രശ്നം, അതൊന്നുമാണ് രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണാനും ഒറ്റക്കെട്ടായി കാണാനും രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിക്കൊണ്ട് എല്ലാവരും ഒരുപോലെ മുന്നോട്ട് പോകുവാനും കഴിയണം. അതിനുള്ള ഒരു
സമവായം രൂപീകരിക്കുകയാണ് പ്രധാനം. അല്ലാതെ നിയമത്തിലൂടെയല്ല ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടത്. നമുക്കറിയാം ഈ പ്രശ്നങ്ങൾ വഷളാക്കേണ്ടതില്ലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനത്ത് നടന്ന കാര്യങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. അത് അവർക്ക് തെറ്റുപറ്റിയത് തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അത് നമ്മൾ എത്ര ന്യായീകരിച്ചാലും അവിടെ അതേസമയം കേരളത്തിൽ അവർ പാടണ്ട തീരുമാനിച്ചു. കർണാടകയിലും ഹിമാചൽ പ്രദേശിലും അതേ കോൺഗ്രസ് സർക്കാരുകൾ ഈ വന്ദേമാതരം പൂർണ്ണമായി പാടുന്നു. അപ്പൊ ഇവിടെയൊക്കെ എവിടെയോ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ ആദ്യമായി വന്നത് കൊണ്ടായിരിക്കാം അടുത്ത തവണ മുതൽ ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുകയും രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെ ആലപിക്കുക തന്നെ ചെയ്യണം. അതിനകത്ത് ഒരു തർക്കമുണ്ടാക്കരുത് എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.